ഹലോ, അപ്പോൾ നമ്മളിന്ന് നമ്മുടെ US നേവിയുടെ എയർ ഷോയ്ക്ക് കാണാൻ വന്നിരിക്കുകയാണ്. ഇത് നമ്മളിപ്പോൾ ഉള്ളത് വെർജീനിയ ബീച്ച് എന്ന് പറയുന്ന ഒരു സിറ്റിയാണ്. അവിടെയാണ് ഈ എയർ ഷോ നടക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത് ഒരു എയർക്രാഫ്റ്റിൻ്റെ കുറേ സ്റ്റൺസാണ്. അത് എയർക്രാഫ്റ്റ് മുകളിലോട്ട് പോകുന്നു, താഴെ വീഴുന്നു, ഫ്രീ ഫോളായിട്ട് വീഴുമ്പോൾ ഞങ്ങൾ വിചാരിച്ചത് കൺട്രോൾ പോയി താഴെ പോയതാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് സ്റ്റണ്ടിൻ്റെ ഭാഗമായിരുന്നു. അത് കാണുമ്പോഴൊക്കെ കുട്ടികളൊക്കെ പേടിച്ച് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ നിറയെ ആളുകളൊക്കെ ഉണ്ട്. ഇത് എല്ലാ വർഷവും ഉണ്ടാകുന്ന എയർ ഷോ ആണ്. പക്ഷേ ഈ വർഷം എന്താണ് അതിന് സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വർഷം US നേവിയിൽ 50 years ഓഫ് വുമൻ ഇൻ നേവി, അതായത് US നേവിയിൽ ഫസ്റ്റ് 6 എന്ന് പറഞ്ഞിട്ട് 1973 ഫസ്റ്റ് 6 വുമൻ ജോയിൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ 50 years ആണ് ഈ വർഷം. അപ്പോൾ അതിൻ്റെ ഒരു സെലിബ്രേഷനും അതിൻ്റെ ഒരു ഡെഡിക്കേഷനും കൂടിയാണ് ഈ വർഷത്തെ എയർ ഷോ. ഇത് നമുക്ക് ഇന്ന് ഇവിടെ ഒരു സീറ്റ് കിട്ടിയിരിക്കുന്നത് കുറച്ച് ദൂരത്താണ്. അപ്പോൾ എയർ ഷോ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ പല വ്യൂ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മളിന്ന് കുറച്ച് ദൂരത്തുള്ള ഒരു സീറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള ഈ ലോങ്ങിലുള്ള വ്യൂ ആണ് കിട്ടുന്നത്. ഇവിടെ പലതരത്തിലുള്ള ഫ്ലൈറ്റിൻ്റെ അഭ്യാസങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ വന്ന സമയത്ത് തന്നെ നമ്മുടെ ഫ്ലൈറ്റ് നമ്മുടെ തലയ്ക്ക് മേലെ കൂടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നല്ല ഫൈറ്റർ ജെറ്റ് എയർപ്ലെയിൻസ്, നല്ല സൗണ്ടായിരുന്നു. അപ്പോൾ ഇനിയും അതുപോലെ പോകുമായിരിക്കും. നമ്മളതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതേ ഒരു ഹെലികോപ്റ്ററിൻ്റെ പ്രകടനങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഹെലികോപ്റ്റർ അപ്പോഴേ നമ്മൾ എയർപ്ലെയിൻ കണ്ട പോലെ ഹെലികോപ്റ്റർ വീഴുന്നു, വീണ്ടും എടുക്കുന്നു, അങ്ങനെ കുറേ കാണുന്നുണ്ട്. അതേ നമ്മൾ അപ്പോഴേ പോയ പോലെ ഒരു ഫ്ലൈറ്റ് വീണ്ടും നമ്മുടെ തലിൻ്റെ മുകളിൽ കൂടെ പോയിട്ടുണ്ട്. ഇത് ഓരോ ഏരിയയിലോട്ടാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം എയർ ഷോ ആയതുകൊണ്ട് ഓരോ സെറ്റ് എയർക്രാഫ്റ്റ് വരുന്നത് ഓരോ ഡയറക്ഷനിലോട്ടാണ്. ഇതിപ്പോൾ വലിയൊരു ഏരിയയാണ് അവർ കവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഏരിയയിലോട്ട് എല്ലാ ഫ്ലൈറ്റും വരുന്നില്ല. അപ്പോൾ ഈ ഒരു ഫ്ലൈറ്റ് സെറ്റാണ് ഇപ്പോൾ നമ്മൾ മുകളിലോട്ട് വന്നത്. ഇത് ഇനിയിപ്പോൾ കുറച്ച് നേരമായിട്ട് പ്രകടനം നടത്തുന്നുണ്ട്.